بسم الله الرحمن الرحيم هذا بيان للناس وهدى وموعظة للمتقين السلام عليكم ورحمة الله وبركاته പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ ഖത്മുൽ ഖുർആന്റെ ക്ലാസ് 39ാമത്തെ ക്ലാസ്സാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനോഹരമായിട്ട് ഓതാൻ സഹായകരമാകുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് 138ാമത്തെ ആയത്ത് മുതലാണ്, ആൽ ഇംറാൻ സൂറത്തിലെ 138ാമത്തെ ആയത്ത് മുതലാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം هذا بيان للناس وهدى وموعظة للمتقين هذا بيان لي തൻവീന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റോ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നെയാണ് നിയമം അല്ലേ? നമുക്ക് നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ടും കേൾക്കുക. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ വളരെ വിശദമായിട്ട് നൂനിന്റെ നിയമങ്ങൾ, മീമിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെയുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതൊക്കെ ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും പാരായണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഒരുപാട് ആളുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ തെൻവീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ ലാമോ റോ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നെയാണ്. ഹാദാ ബയാനുൽ ലി കൂട്ടി യോജിപ്പിക്കുക, അത്രമാത്രം. ബയാനുല്ലി അവിടെ തെൻവീന് അല്ലെങ്കിൽ നൂനിന്റെ ശേഷമാണ് വന്നതെങ്കിലൊക്കെ ലാമ് നേരെ ലാമിലേക്ക് നേരെ കൂട്ടി യോജിപ്പിക്കുക. ബയാനുൻ ലി എന്ന് പറയരുത്. ഹാദാ ബയാനുൽ ലിന്നാസി വഹുദാ അവിടെ ശബ്ദമുള്ള നൂനുണ്ട്, മണിക്കണം. هذا بيان للناس وهدى وموعظة للمتقين وهدى وموعظة للمتقين هذا بيان للناس وهدى وموعظة للمتقين ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين ولا تهنوا അവിടെ ഒരു അലിഫുണ്ടല്ലോ, അലിഫിന്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ട്. ആ അലിഫ് ഉച്ചരിക്കുകയില്ല. ولا تهنوا ولا تحزنوا وأنتم الأعلون ഇവിടെ നിർത്തിയപ്പോൾ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂന് തൊട്ട് മുമ്പ് ഫത്ഹാണ്. തൊട്ട് മുമ്പില്ലേ ഫത്ഹാണ്, വാവിന് സുക്കൂന് ശേഷമുള്ള അവസാനത്തിൽ നിർത്തിയപ്പോൾ സുക്കൂന്. ഇങ്ങനെയുള്ള വാവിന് സുക്കൂന് അല്ലെങ്കിൽ യാഇന് സുക്കൂന്, ഇങ്ങനെയുള്ള പദങ്ങളിൽ ഒരു പ്രത്യേകം ഒരു മദ് വരുന്നതാണ്. മദ് ലീനിന്റെ അക്ഷരമാണ് വാവും യാവും. എങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് നിർത്തുമ്പോൾ ഏതെങ്കിലും സുക്കൂൻ കൊടുക്കണമല്ലോ. തെൻവീൻ ഫത്തുഹ നീട്ടാനുള്ളതല്ലാത്ത വാക്കുകളിലൊക്കെ എന്ത് ചെയ്യണം, അവിടെ സുക്കൂൻ കൊടുക്കണം. നൂനിന് സുക്കൂനായി. തൊട്ട് മുമ്പ് വാവിന് സുക്കൂന് അല്ലെങ്കിൽ യാഇന് സുക്കൂന്. വാവിന്റെ സ്ഥാനത്ത് യാ ആണെങ്കിൽ യാഇന് സുക്കൂന് അല്ലെങ്കിൽ വാവിന് സുക്കൂന്. അതിന് മുമ്പ് ഫത്ഹ ആണെങ്കിൽ വരുന്നതെങ്കിൽ അവിടെ ഒരു മദ്ദലീന് വരും. അഅലൗൻ അഅലൗൻ എന്നല്ല, അഅലൗൻ وأنتم الأعلون إن كنتم مؤمنين ഇവിടെ മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിന്റെ നിയമങ്ങൾ 3 പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ ഇദ്ഗാമും ബിഗുന്ന ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും. ഏതുപോലെ ഇൻ കുൻതും മുഅ്മിനീൻ ഒറ്റ മീമ്, കുന്തും ആദ്യത്തെ മീമോട് ഉച്ചരിക്കൂല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്തു. അങ്ങനെ ഒരു മീമായിട്ട് ഉച്ചരിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യും, മറച്ച് പണിക്കുന്നു.
വ്യക്തമാക്കാതെ മറച്ചു പണിക്കാം, മീമിനെ വ്യക്തമാക്കാതെ മറച്ചു പണിക്കാം. ബാക്കി ഏതക്ഷരം വന്നാലും ഇദ്ഹാർ വ്യക്തമാക്കി മീമിനെ വ്യക്തമാക്കിയതിന് ശേഷമേ അടുത്ത അക്ഷരം പറയാൻ പാടുള്ളൂ. ولا تهنوا ولا تحزنوا وأنتم الأعلون وأنتم കണ്ടില്ല, അവിടെ ശബ്ദമുള്ള അവിടെ എന്താണ് ലൊമ്മാണ്. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള മീമുകളൊന്നും അതിൽ പെട്ടതല്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള നൂനുകളൊന്നും അതിൽ പെട്ടതല്ല. അലൗന എന്നുള്ള സുക്കൂനുള്ള നൂനല്ല, അപ്പൊ അത് നമ്മൾ ചർച്ചയിലില്ല, അതുപോലെ പറയാം. നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന അത്രയേ ഉള്ളൂ. അവിടെ കണ്ടില്ലേ സുക്കൂനുള്ള നൂൻ ഒന്നില്ല, അപ്പൊ സുക്കൂനുള്ള നൂനാണ്. ഇൻ കുന്തും ഇവിടെ ഇഖ്ഫാ ചെയ്യണം. ഇൻ കുന്തും മുഅ്മിനീൻ. സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂനിന്റെ നിയമങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാകണം. നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്, നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ. അതുപോലെ തന്നെ നൂനിന്റെ ശേഷം പിന്നെ ലാമു റാ വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ, ലാമു റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ ഇവിടെ വന്നല്ലോ ഈയ കൂട്ടി യോജിപ്പിക്കുക, മണിക്കും ചെയ്യുക. ഈയംസസ്കും ഈയംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗം. നേരത്തെ പറഞ്ഞു മീമിന് സുക്കൂന്, തൊട്ട് മുമ്പ് വാവിന് സുക്കൂൻ ആയതുകൊണ്ട് അതിന്റെ മുമ്പ് ഫത്ഹാണ്. ഇവിടെ നിർത്തുന്ന സമയത്ത് പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ലീന്. മസ്സൽ ഖൗം. അപ്പോൾ പറഞ്ഞത് നൂനിന്റെ നിയമങ്ങൾ. നൂനിന്റെ ശേഷം നൗമി നൂന് വാവ് മീമി യാ എന്നിവയാണെങ്കിൽ നാലക്ഷരമാണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അതുപോലെ തന്നെ നൂനിന്റെ ശേഷം ഹംസ ഹ ഐന് ഗൈന് ഈ ആറക്ഷരങ്ങളാണ് വന്നതെങ്കിൽ, നമ്മൾ ചാർട്ടിലുള്ള ആറക്ഷരങ്ങളാണ് വന്നതെങ്കിൽ ഇദ്ഹാർ ചെയ്യണം, വ്യക്തമായിട്ട് പറയണം. നൂനിന്റെ നിയമങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. ലാമു റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്നെയാണ്, നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ മണിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക. നൗമി ഇദ്ഗാം ബിഗുന്ന അല്ലേ. അതുപോലെ തന്നെ ഇദ്ഹാറിന്റെ അക്ഷരം ഹംസ ഹ ഐന് ഗൈന് ഈ ആറക്ഷരങ്ങൾ വന്നാൽ അവിടെ നൂനിനെ വ്യക്തമായിട്ട് പറയണം. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ, ഇതല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്, അഥവാ മറിച്ച് പഠിക്കണം. യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗം ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലുഹു. തൻവീന്റെ ശേഷം മീം വന്നു. ഖർഹും മിസ്ലു ഇദ്ഗാം ബിഗുന്നയാണ്, നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഖർഹും മിസ്ലുഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവസാനം ശബ്ദ കൊടുക്കുക, അവസാനം സുഖം കൊടുക്കുക. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളതാണെങ്കിൽ പുതിയ ഒരു മദ് അവിടെയും ഉണ്ടാവുകയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ് وليعلم الله الذين آمنوا ويتخذ منكم شهداء. ഹംസക്ക് സുക്കൂൻ കൊടുത്തു നിർത്തിയപ്പോ. മിൻകും അവിടെ ഇഖ്ഫാ ചെയ്യണം. നൂന്റെ ശേഷം കാഫാണ് വന്നത്. കാഫ് നേരത്തെ പറഞ്ഞ അക്ഷരത്തിൽപ്പെട്ടതല്ല, 15 അക്ഷരത്തിൽപ്പെട്ടതാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാ മദ് ആരിദാണ് അല്ലേ, നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം അവസാനത്തെ അക്ഷരത്തിന് മുമ്പ്, അഥവാ വഖഫ് ചെയ്യുന്ന അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ എവിടെ നിർത്തിയാലും അവിടെ മദ് ആരിദ് ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടെ, നമ്മുടെ ക്ലാസ് ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ആ രൂപത്തിൽ ക്ലാസ്സുകൾ കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്യുക. തീരെ ഓതാൻ അറിയാത്ത ആളുകൾ കേട്ടുകൊണ്ടെങ്കിലും ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക.
ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കേൾക്കണം. ഖത്മുൽ ഖുർആൻ ആയതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണം പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ആകുമ്പോൾ ചില പദങ്ങളൊക്കെ നിയമത്തിന് വിരുദ്ധമായിട്ടും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓതാൻ പ്രയാസപ്പെടുന്ന ഭാഗങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓതാൻ. അല്ലെങ്കിൽ ഒരു ഭാഗം മനസ്സിലായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ തിരിഞ്ഞുകിട് എന്നുള്ളതായ തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ കുറഞ്ഞ ഭാഗം കേട്ടു പിന്നെ നമ്മളെ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മളെ ക്ലാസ് കൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ മുഴുവനും കേൾക്കുക, ഓതുകയും ചെയ്യുക. പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഓത്ത് പഠിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ ഓതാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് തൽക്കാലം ഒന്ന് കേൾക്കുക, പിന്നീട് അത് പ്രാക്ടീസ് ചെയ്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെയായാലും വിശുദ്ധ ഖുർആനാണ്. അത് ക്ലാസ് എടുക്കലും അത് കേൾക്കലും അത് ഓതലും ഒക്കെ അതിലേക്കൊക്കെ നോക്കലും ഇതൊക്കെ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ധാരാളം ഖത്ബുകൾ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഖത്ബുകൾ ധാരാളമായിട്ട് തീർത്തവരൊക്കെ ഉണ്ട്. ധാരാളം 30ഓളം ഖത്മുകളൊക്കെ തീർത്തു എന്നൊക്കെ പറഞ്ഞു. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് നമ്മിൽ നിന്നൊക്കെ അല്ലാഹു തആല പരിപൂർണമായിട്ടും സ്വീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരൻ്റെ മകൻ്റെ ജോലിയിലൊക്കെ ബർക്കത്ത്, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ദുആ ചെയ്തിരുന്നു. എല്ലാവരുടെയൊക്കെ ദുആന്റെ ഒക്കെ ഫലമായിട്ടും അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടൊക്കെ അല്ലാഹു ഖൈറായ ഒരു ജോലി നൽകിയിട്ടുണ്ട്. അതിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരിലും നമ്മിലൊക്കെ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ജോലികളിൽ, ജോലിയില്ലാത്തവർ, വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, രോഗമുള്ളവർ എല്ലാവർക്കും എല്ലാ നിലക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യം ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമുള്ളവരുടെ എല്ലാവരുടെ രോഗങ്ങൾ പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസും ധാരാളം കാലം ദീനിന് വേണ്ടി സേവനം ചെയ്യാനും ഖിദ്മത്ത് ചെയ്യാനും ഇബാദത്ത് ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ അതൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. നൂടെ 140 ആയത്തിൽ إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين وليمحص الله الذين آمنوا ويمحق الكافرين. കൂട്ടി വായന പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നൂലിൻ്റെ നിയമങ്ങൾ ഒന്നും കാര്യമായിട്ട് ഇല്ല. വയംഹഖ അല്ലേ, അവിടെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹ ആണ്. നേരത്തെ പറഞ്ഞു മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം. വയം വ്യക്തമാക്കി, അതാണ് ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ. ويمحق الكافرين وليمحص الله الذين آمنوا അതിന് ശേഷം ഒരു അലിഫുണ്ട്. ആലിഫ് ഉച്ചരിക്കില്ല നേരത്തെ പറഞ്ഞു. ആ ചിഹ്നം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ആ അലിഫ് ഇതിപ്പോൾ എന്തിനാന്നുള്ള വേണ്ട, അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ആ ചിഹ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അത് പാരായണത്തിൽ കൊണ്ടുവരേണ്ടതില്ല. ആമനു ആ വാവ് മാത്രമേ വരുന്നുള്ളൂ. وليمحص الله الذين آمنوا ويمحق الكافرين. أم حسبتم വ്യക്തമാക്കുക. നമ്മുടെ ക്ലാസ് പിന്നെ ഒരു റിസൾട്ടൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തന്നെ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ
അം ഹസിബ്തും അം ഹസിബ്തും അം വ്യക്തമാക്കണം, ശേഷമുള്ള ഹ ആണ്. ഹസിബ്തും എന്ന് പറഞ്ഞ് വ്യക്തമാക്കി അതിന് ശേഷം മാത്രമേ അൻ തദ്ഖുലു എന്ന് പറയാൻ പാടുള്ളൂ. ഹസിബ്തു എന്ന് പറഞ്ഞ് മീമിനെ വ്യക്തമാക്കാതെ ചില സമയത്തൊക്കെ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മീം വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിയിരിക്കണം. ഒന്ന് വല്ലാതെ പ്രസ് ചെയ്തുകൊണ്ട് കട്ടി കൊടുക്കും വേണ്ട. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന أن تدخلوا الجنة ولما يعلم الله ശദ്ദുള്ള നൂന് ശദ്ദുള്ള മീം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വലമ്മാ യഅലമില്ലാഹ് അവിടെ മീമിന്റെ അല്ലാഹു എന്ന വാക്കിന്റെ മുമ്പ് കസ്ർ വന്നാൽ ഏത് സമയത്തും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞതുപോലെ അഊദു ബില്ലാഹ് ബിസ്മില്ലാഹ് അവിടെ മീമിൻ അല്ലാഹു എന്ന വാക്കിന് മുമ്പ് മീ കസ്ർ വന്നത് കൊണ്ടാണ് ബിസ്മില്ലാഹ് അഊദു ബില്ലാഹ് ബി ലാ കസ്ർ വന്നത് കൊണ്ടാണ് അല്ലാഹു എന്ന വാക്കിനെ ലാ എന്ന് ഉച്ചരിച്ചത്. അപ്പൊ അതുപോലെ അല്ലാഹു എന്ന വാക്കിന്റെ മുമ്പ് കസ്ർ ആയതുകൊണ്ട് അല്ലാഹ് എന്ന് പറയരുത്. ഇനിയും അപൂർവം ചിലർക്കെങ്കിലും അത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലാഹു എന്ന വാക്കിന്റെ മുമ്പ് കസ്ർ ആണെങ്കിൽ അള്ളാഹു എന്നതിന് അള്ളാഹ് എന്ന് പറയില്ല, വലിയ എന്ന് പറയില്ല. ശ്രദ്ധിക്കുക, കസ്ർ ആയതുകൊണ്ട് മുമ്പ് കസ്ർ ആയതുകൊണ്ട് ഉച്ചരിക്കുന്ന ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരമായ മി എന്ന അള്ളാഹു എന്ന വാക്കിന്റെ മുമ്പ് മി എന്നുള്ളതാണ് കസ്ർ ആണ്. കസ്ർ വന്നാൽ പിന്നെ അള്ളാഹു എന്ന വാക്കിന് അള്ളാഹ് എന്ന് പറയില്ല, മില്ല യഅലമില്ല. ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين منكم വായ പൂട്ടിയതിന് ശേഷം ويعلم الصابرين الذين جاهدوا منكم അവിടെ ഇഖ്ഫാ വരണം. منكم ويعلم الصابرين أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين 143 ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون إما വെളിവാക്കണം. നൂനുണ്ട്, ഇഖ്ഫാന്റെ സ്ഥലമാണ്. അവിടൊക്കെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ വഅൻതും എന്ന് പറഞ്ഞ് വ്യക്തമാക്കാതെ, എന്നാൽ ഒഴിവാക്കുകയും ചെയ്യാതെ വ്യക്തമാക്കുകയും ചെയ്യാതെ രണ്ടിന്റെയും ഇടയിലായിട്ട് വഅൻതും എന്ന് പറയാതെ വഅത്തും എന്ന് പറയാതെ വഅൻതും തൻദുറൂൻ. അതിന്റെ മുമ്പൊക്കെ മിൻ ഖബ്ലി അൻ തൽഖൗഹ് അധിക സ്ഥലങ്ങളിലും ഇഖ്ഫാ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ 15 ഉണ്ട്. ബാക്കി എല്ലാ നിയമത്തിൻ്റെ കൂടിയിട്ട് 13 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ 15 അക്ഷരങ്ങൾ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം 15 അക്ഷരങ്ങളിൽ ഏതെന്നാലും ഇഖ്ഫാ ആണ് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിക്കുക. വലഖദ് കുൻതും തമന്നൗനൽ മൗത്ത് അവിടെ നിർത്തി. തഅന് സുക്കൂന്, വാവിന് സുക്കൂന്, മീമിന് ഫത്ഹ്, മദ്ദ ലീന് വരുന്നു. മൗത്ത്. വലഖദ് എപ്പോഴും പറയുന്ന പോലെ അസ്സലാത്തു ഖൈറും മിനൻ നൗം. അവിടെ മദ്ദ ലീനാണ് വരുന്നത് അല്ലേ? നമ്മൾ സുബഹി ബാങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ മിനൻ നൗം. എന്തിനാ അവിടെ നിന്ന് കിട്ടുന്നത്? അതന്നെ കാരണം മദ് ലീനാണ്, വാവാണ് വന്നിട്ടുള്ളത്. സുക്കൂനുള്ള വാവാണ്. തൊട്ട് മുമ്പ് ഫത്ഹാണ്. നൗം മൗത്ത്. വലഖദ് കുൻതും തമന്നൗനൽ മൗത മിൻ ഖബ്ൽ. അവിടെ നിർത്തുമ്പേ വരുള്ളൂ, ഇല്ലെങ്കിൽ അത് വരൂല. മൗത്ത്
ല്ലേ അൽ മൗത മിൻ ഖബൽ അൽ മൗത മിൻ ഖബൽ. ഇപ്പൊ മദ്ദില്ല, നിർത്തുമ്പോഴേ പുതിയ ഒരു മദ്ദാണ് ഉണ്ടാവുന്നത്. ആ മദ് രണ്ട് മദ്ദുകളാണ്, ഒന്ന് മദ് ആരിലും മദ് ലീനും. അത് രണ്ടും വഖഫ് ചെയ്യുമ്പോഴേ വരുള്ളൂ. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ല്ലേ, ഇവിടെ വഖഫ് ചെയ്യുന്നതിന് മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള വാവോ യാവോ ആണെങ്കിൽ അതിന്റെ മുമ്പ് ഫത്ഹുമാണെങ്കിലേ ഇത് വരികയുള്ളൂ. തമന്നൗൻ അവിടെ കണ്ടില്ലേ, വലഖദ് കുൻതും തമന്നൗൻ. അവിടെ നിർത്തി വാവിന് സുക്കൂന മുമ്പത്താണ് അല്ലേ, മൗത്ത്. അതൊന്ന് ശ്രദ്ധിക്കുക. വലഖദ് കുൻതും തമന്നൗനൽ മൗത മിൻ ഖബ്ലി അൻ തൽഖൗ. ഇവിടെ വന്നു ഹാഇന് സുക്കൂന്, തൊട്ട് മുമ്പ് വാവിന് സുക്കൂന് മുമ്പ് ഫത്ഹ്. അൻ തൽഖൗ അൻ തൽഖൗഹു ഫഖദ് റഅയ്തുമൂഹ്. ഇവിടെയും ഹാഇന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ള വാവിന് സുക്കൂനല്ല. അവിടെ അസ്ലിയായ ഒറിജിനൽ ആയിട്ട് അവിടെ സുക്കൂൻ ഉണ്ടെങ്കിലേ ചിഹ്നം, സുക്കൂന്റെ ചിഹ്നം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ. ഇവിടെ ഇപ്പം മദ് ആരില്ല വരിക, കാരണം നീട്ടാനുള്ള വാവാണ്. റഅയ്തുമൂഹ്. ഇതൊക്കെ നിർത്തുന്ന സ്ഥലത്തെ വരുള്ളൂ. നിർത്തുക എന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും നിർത്തൂല്ലല്ലോ. നമ്മൾ ഓർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക, അതിനാണ് മദ്. പിന്നെ ആ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. അപ്പൊ അത് നിർത്തുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കുക. വഅൻതും, ഞാൻ ഇപ്പോൾ അവിടെ നിർത്തി, അവിടെ നിർത്തിയപ്പോൾ മീമിന് സുക്കൂന മുമ്പ് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതുപോലെ നിർത്തിയാൽ മതി. വഅൻതും റഅയ്തുമൂഹു വഅൻതും തൻദുറൂൻ. ഒന്നുകൂടെ നിർത്തിയപ്പോൾ നൂനിന് സുക്കൂന് വാവിന് നീട്ടാനുള്ള വാവ് മദ് ആരിലാണ് അല്ലേ, ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കുക. ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون. وما محمد إلا رسول قد خلت من قبله الرسل وما محمد ശബ്ദുള്ള മീമാണ് മണിക്കണം. മുഹമ്മദുൻ ഇല്ല, തൻവീന് ശേഷം ഹംസ വന്നു. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ എന്നാണ് ഹംസ. ഇവിടെ തൻവീന് വന്നു, അതിന് ശേഷം ഹംസ വന്നു. ഇദാറിന്റെ അക്ഷരമായ ഹംസ, ഐന്, ഗൈന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ വ്യക്തമാക്കണം. മുഹമ്മദുൻ ദുൻ എന്ന് വ്യക്തമാക്കുക. മുഹമ്മദുൻ ഇല്ലാ റസൂൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്. അവിടെ ഇഖ്ഫ ആണ്, ശേഷമുള്ള ഖാഫാണ് അല്ലേ. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم. ശ്രദ്ധിക്കുക, അഫ ഇമ്മാത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദമാണ്. പലപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അറിയുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അല്ലാത്ത ആളുകൾക്ക് ഇത് വല്ലാതെ. അഫ ഇ, പിന്നെ യാഇന് സുക്കൂനാണ്. അല്ല, യാഇന് സുക്കൂൻ ഉണ്ടോ? ഇല്ല, ആ യാഇന് സുക്കൂനല്ല. സുക്കൂന്റെ ചിഹ്നം നമുക്കറിയാം, ഖുർആനിലുള്ള സുക്കൂനിന്റെ ചിഹ്നം അല്ലേ. ആ മുച്ച ഒരു മൂർജ കോലത്തിലുള്ള സുക്കൂൻ, അതൊന്ന് നോക്കി അപ്പുറപ്പുറമൊക്കെ നോക്കിയാൽ മതി. ആവുന്ന് കണ്ടില്ലേ, ഖബിലിഹി, അതാണ് സുക്കൂന്. ഇത് സുക്കൂനല്ല. അഫ ഈ എന്ന് വായിക്കരുത്. പിന്നെ അതിന്റെ ശേഷം നൂനുണ്ട് അല്ലേ, രണ്ടക്ഷരം പോയി. എന്താ നൂന് പോകാൻ കാരണം എന്താ? ശേഷമുള്ളത് മീമാണ്, നൗമി. നൂന് വാവ് മീമ് യാ, നൂന് വാവ് മീമ് യാ. നൂനിന് ശേഷം മീമ്, പിന്നെ നൗമി, നൂന് വാവ് മീമ് യാ എന്നിവ വന്നാൽ നൂനിനെ മീമിലേക്ക് കൊടുക്കും, മണിക്കും അല്ലേ. അപ്പൊ പിന്നെ നൂന് പറയില്ല. അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും. അഫ ഇ, ആ ചിഹ്നം അലിഫിന്റെ മുകളിൽ സാധാരണയൊക്കെ വരാറുണ്ട്. അഫ അല്ലേ, യാന്റെ മുകളിലുള്ള ആ സുക്കൂന് പോലത്തെ ചിഹ്നം, അത് സുക്കൂനല്ല, ഒരു 0 മാർക്ക്. ആ മാർക്ക് അലിഫിന്റെ മുകളിൽ, വാവിന്റെ മുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വന്ന ആ അക്ഷരം പിന്നെ പറയേണ്ടതില്ല, അത് നോക്കേണ്ടതില്ല. അഫ ഇം, അപ്പൊ രണ്ടക്ഷരവും പോയി എന്ന് പറഞ്ഞാൽ നൂന് മീമിലേക്ക് കൊടുത്തു.
അഫ ഇം അഫ ഇം അഫ ഈ എന്ന് പറയണ്ട, അഫ ഈ എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. അഫ ഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും അഫ ഇം മാത അഫ ഇം മാത. അവിടുന്ന് ഒരു 10 വട്ടം ആവർത്തിക്കുക. കൺഫ്യൂഷൻ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു 10 വട്ടം ആവർത്തിക്കുക. ആവർത്തിച്ച് 10 പ്രാവശ്യം ആവർത്തിച്ച്. ഇനി അത് നമ്മൾ ഏത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓതിയാലും അവിടെ നമുക്ക് മനസ്സിലാവണം. അഫ ഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും ഔ ഖുതില ഖല. വസലിൻ ഹംസ, ആ അലിഫിനെ കണ്ടില്ല, അലിഫ് വസലിൻ ഹംസയാണ്. അത് ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. ശേഷമുള്ളത് നൂനാണ്, ശേഷമുള്ളത് ഖാഫാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ് എന്നാൽ ഇഖ്ഫാ ചെയ്യാം. അപ്പോൾ വസലിൻ ഹംസ കൂട്ടി വായിക്കുമ്പോൾ വരില്ല. ഔ ഖുതില ഖലബ്തും ഔ ഖുതില ഖലബ്തും ഔ ഖുതില ഖലബ്തും അലാ അഖാബികും. അവിടെ മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി. നിർത്തി. ഹായിന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂനാണ്, അസ്ലിയായ സുക്കൂൻ അവിടെ ഉണ്ട്. അപ്പോ മദ് ലീന് വരുന്നതാണ് നിർത്തുമ്പോൾ, ഇല്ലെങ്കിൽ വരൂല. അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. തൻവീൻ ഫത്താണ്, തൻവീൻ ഫത്ത് നിർത്തിയാൽ ശൈആ. വസയജിസില്ലാഹു ശാകിരീൻ വസയജിസില്ലാഹു ശാകിരീൻ. നേരത്തെ പറഞ്ഞു യജിസില്ല, അല്ലാഹു എന്ന വാക്കിന് മുമ്പ് കസറാണെങ്കിൽ വസയജിസില്ലാഹു ശാകിരീൻ. ഒന്നുകൂടെ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا أن تموت إلا بإذن الله كتابا مؤجلا. വാവാണ്, വാവിന്റെ മുകളിൽ ഹംസട്ട പിന്നെ ഹംസയായിട്ട് മാറി മുഅജ്ജല. ومن يرد ثواب الدنيا نؤته منها نؤته എന്ന് നീട്ടണം. നീട്ടാനുള്ള ചിഹ്നമുണ്ട്. നീട്ടാനുള്ള ചിഹ്നം വരാൻ കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരം തി, തൊട്ട് ശേഷമുള്ള അക്ഷരം മീ, രണ്ടിനും സുക്കൂനില്ല. രണ്ടാലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹി എന്നത് നീട്ടുകയില്ല എന്നുള്ളതാണ്. ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة ثواب നീട്ടണം. കാരണം ഹംസ അതിന്റെ ഇടയിലാണ് വന്നിട്ടുള്ളത്. ഇടയിൽ വന്ന ഹംസയ്ക്ക് ശേഷം ഒരു അലിഫുണ്ട്. ആഖിറതി നുഅ്തിഹി മിൻഹാ നുഅ്തിഹി മിൻഹാ ഹി നുഅ്തിഹി മിൻഹാ. സാധാരണ നീട്ടണം. ആ നീട്ടല് ഒഴിവാക്കാൻ പാടില്ല. വസനജിസി الشاكرين وما كان لنفس എന്ന് വെളിവാക്കണം. ഇദാർ അക്ഷരമായ ഹംസയാണ് വന്നിട്ടുള്ളത് തുടക്കത്തിൽ ല്ലേ, ശേഷമുള്ളത് അ. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد നൗമി നൂന് വാവ് മീമയ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കാൻ മണിക്ക. വമൻ യുരിദ് സവാബദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ വസനജിസി الشاكرين وكأي من
نبي قاتل معه പ്രത്യേകം ശ്രദ്ധിക്കോ വകഅയ്യിം നൂന്റെ ശേഷം മീം വന്നു ഇദ്ഗാം ബിഗുന്നയാണ് മിന്ന അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ് നൗമി നൂന് വാവ് മീം യാ ഇവിടെ നൂനിന്റെ ശേഷം നൂന് വന്നു നേരത്തെ നൂനിന്റെ ശേഷം മീം വന്നു രണ്ടും ഇദ്ഗാം ബിഗുന്നയാണ് വകഅയ്യിം നേരെ ആ നൂന് ഉച്ചരിക്കൂല അടുത്ത അക്ഷരത്തിലേക്ക് കൊടുക്കുന്നു വകഅയ്യിം മിൻ നബിയ്യിൻ ഖാതൽ അവിടെ ഇഖ്ഫാ ചെയ്യണം ശേഷമുള്ള ഇഖ്ഫാന്റെ അക്ഷരമായ ഖാഫാണ് മിൻ നബിയ്യിൻ ഖാതല മഅഹു അവിടെ നിർത്തുന്നില്ലെങ്കിൽ قاتل معه ربيون كثير അവിടെ നിർത്തിയപ്പോൾ റായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളത് അതിന് മുമ്പ് കെസിർ വന്നു അവിടെ മദ് അല്ല അവിടെ എന്തെയ്യും തർത്തീക്കാണ് ചെയ്യണത് കസീർ ബസീർ നദീർ നിർത്തുമ്പോൾ ഇല്ലെങ്കിൽ തഫ്ഖീം ചെയ്യണം റായിന് ലമ്മാണ് റിബ്ബിയൂന കസീർ فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا നീട്ടാണ് അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ രണ്ട് സുക്കൂന് അവിടെ ഒരുമിച്ച് വരില്ല അല്ലേ വമസ്തകാനു വമ എന്ന അലിഫുണ്ട് അലിഫിന് ഒന്നുമില്ല ഒന്നില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ് അല്ലേ സുക്കൂനാണെങ്കിൽ അവിടെ സീനും സുക്കൂനാണ് രണ്ട് സുക്കൂൻ വരില്ല അതുകൊണ്ടാണ് വമസ്തകാനു വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ ഒന്നുകൂടെ വകഅയ്യിം മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين കസർ വന്നാൽ തർഖീഖ് ചെയ്യണം സ്വാബിറീൻ എന്ന് പറയുന്നത് യുഹിബ്ബുസ് സ്വാബിരീൻ കഴിഞ്ഞ ക്ലാസ്സിൽ തഫ്ഖീം തർഖീഖ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു وما كان قولهم إلا أن قالوا ربنا اغفر لنا എന്ന് പറയരുത് اللهم اغفر لي നമ്മൾ സാധാരണ തഹിയ്യാത്തിൽ ഓതുമ്പോഴോ اللهم اغفر لي ما قدمت എന്ന് പറയരുത് അവിടെ ഏറ്റവും നല്ലത് اللهم اغفر لي ما قدمت اللهم اغفر لي ربي اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തഫ്ഖീമാണ് തുടക്കത്തിൽ റബ്ബി ഇഗ്ഫിർ ലി ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم اغفر لنا وارحمنا ولوالدينا എന്ന് തുടങ്ങിയ ദുആകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് അങ്ങനെയാണ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا رأينا كسر ونو إلا أن ترقب وما كان قولهم إلا أن قالوا ربنا
قالوا ربنا اغفر لنا ربنا اغفر لنا غينാണ് ربنا ഹൽഖിന്റെ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ഇവിടെ റായിന് സുക്കൂന് മുമ്പ് കസറാണ്. റബ്ബന ഗഫിർ ലനാ എന്നുള്ളടത്ത് റബ്ബന ഗഫിർ ലനാ റായിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർഖീഖ് ചെയ്യണം. ഇവിടെ വൻസുർന റായിന് സുക്കൂന് മുമ്പ് ലമ്മാണ്. കസർ വന്നാലാണ് നേരത്തെ പറഞ്ഞ നിയമം. അതിന് വിരുദ്ധമായിട്ട് ചില പദങ്ങളുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പദങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാം. وانصرنا على القوم الكافرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. 148 فآتاهم الله ثواب الدنيا وحسن ثواب الآخرة. ثواب الدنيا നൂന്റെ ശേഷം യാ ആണ്. ഇത് നിയമം സാധാരണ നമ്മൾ പറയുന്ന നൂന്റെ ശേഷം യാ വന്നാൽ നൗമി നൂന് ബാബ് മീമ് യാ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കാൻ നൂനിന് യായിലേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ പദം ആ നിയമം ഇവിടെ ബാധകമല്ല. ഈ പദത്തിന് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഒന്നുകൂടെ فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. 149 يا أيها الذين آمنوا إن تطيعوا അവിടെ മദ്ദം മുൻഫസിലാണ് അല്ലേ? അത് ശ്രദ്ധിക്കണം. മദ്ദുണ്ട് അവിടെ. يا أيها الذين آمنوا إن تطيعوا الذين كفروا അവിടെ ഒറ്റക്ക് ഓതുകയാണെങ്കിൽ الذين كفروا, കൂട്ടി വായിക്കുകയാണെങ്കിൽ تطيعوا الذين എന്ന് വായിക്കരുത്. تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. റായിന് കസറാണ്. തർക്കീക്ക് ചെയ്യണം. നിർത്തുമ്പോൾ അല്പം നീട്ടണം. മദ്ദ് ആരിലാണ്. ഒന്നുകൂടെ يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. 150 ബലില്ലാഹ് നിർത്തിയപ്പോ മറ്റേ ആരും തോന്നും. ബലില്ലാഹ് നിർത്തുന്നില്ല എങ്കിലും അവിടെ അള്ളാഹുവിന് തർക്കീക്ക് ചെയ്യണം. ബലില്ലാഹു ബലില്ലാഹ് എന്നല്ല, ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ.
سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين ولقد صدقكم الله وعده إذ تحسونهم بإذنه. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മീമിന്റെ ശേഷം ബ ആണ്. തഹസ്സൂനഹും ബിഇദ്നി എന്ന് പറയുന്നത് മറച്ച് മണിക്കുക. إذ تحسونهم بإذنه حتى وعده إذ أرضكم ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون നിർത്തി മാ തുഹിബ്ബൂൻ നിർത്തിയ പിന്നെ രണ്ട് മീം വരും. നിർത്തുന്നില്ല എങ്കിൽ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുള്ളൂ. മിം ബഅദി അവിടെ നോക്കി, നൂനിന്റെ ശേഷം ബ ആണ്. നൂനിന്റെ ശേഷം ബാ വന്നാൽ തൻവീനിന്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റി അല്ലെങ്കിൽ തൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. മിൻ എന്നുള്ളത് മിം ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ. മിൻ ബഅദി ഇഖ്ലാബ് ചെയ്യണം. നൂനിനെ മറിച്ച് മീമായി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്ലാബ്. മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ മിൻകും ഇദ്ഗാമും ബിഗുന്ന മീമിന്റെ ശേഷം മീം വന്നു. മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. فضل تنوين ആണ്. തൻവീന് ശേഷം ഐൻ വന്നു. ഇളാർ ചെയ്യണം. ذو فضل على المؤمنين. ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. 152 വരെയാണ് ഇൻഷാ അല്ലാഹ്. കടന്നുവരക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ആളുകളിലേക്ക് ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയ ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ സഹായിക്കും, ആളുകളിലേക്ക് എത്താനൊക്കെ കൂടുതലായിട്ട് സഹായിക്കും. നിങ്ങളെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇതിൽ കൂടുതലായിട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകമാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സിനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. വിശുദ്ധ ഖുർആന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഉപകരിച്ചാൽ
വലിയ സന്തോഷമാണ്. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുകയാണ്. നേരത്തെ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശവും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു പോയവരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഓതിയതൊക്കെ അവിടെ ഖബറിലേക്ക് എത്തിച്ച് അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടുകൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بسم الله الرحمن الرحيم. هذا بيان للناس وهدى وموعظة للمتقين. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. وليمحص الله الذين آمنوا ويمحق الكافرين. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. بل الله مولاكم وهو خير الناصرين. سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا
ومأواهم النار وبئس مثوى الظالمين وبئس مثوى الظالمين ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയം കൂടിയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വിജയിക്കുകയും പരാജയപ്പെടുകയും താൽക്കാലികമായിട്ട് പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ നാട്ടുകാരാണ്, അയൽവാസികളാണ്, കുടുംബക്കാരാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരും വിജയിച്ചതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയോ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ ആളുകൾ മാത്രമല്ല, അതിൻ്റെതായ നമ്മുടെ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ബഹുമാനം കൊടുക്കേണ്ട ആദരവുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് ജയിച്ച ആളുകൾ പരാജയപ്പെട്ട ആളുകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് താൽക്കാലികമായ ഒരു വിജയവും പരാജയവും ഒക്കെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമയും അതുപോലെ തന്നെ പക്വതയും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരസ്പരം ഇതുവരെ കാത്തു സൂക്ഷിച്ച ഐക്യവും സ്നേഹവും ഒക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്യാനാണ് നമ്മളൊക്കെ സന്നദ്ധയായിട്ടുള്ളത്. അതിന് ഒരു മെമ്പർ പദവിയോ അല്ലെങ്കിൽ മറ്റുള്ള പദവികളോ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നാടിന് സേവനം ചെയ്യുക എന്നുള്ളത് അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെതായ പദവികൾ ലഭിച്ച ആളുകൾ കൂടുതൽ കരുത്തോടെ കൂടുതൽ ആർജവത്തോടെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, അമാനത്ത്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പക്വതയോടുകൂടെ അതിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരസ്പരം ആ ഒരു സ്നേഹം നമ്മുടെ അയൽവാസിയായിരിക്കും, കൂട്ടുകാരായിരിക്കും. ഒരിക്കലും തന്നെ മറ്റുള്ള അഹങ്കാരത്തിന്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടായി പോകാൻ പാടില്ല. വിജയം എന്നുള്ളത് പരാജയം എന്നുള്ളത് അത് നമ്മൾ മോശക്കാരായതുകൊണ്ട് പരാജയപ്പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മുടെ നേട്ടം കൊണ്ട് നമ്മൾ വിജയിച്ചതല്ല. മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇന്ന് ഒരു അഭിപ്രായമാണെങ്കിൽ നാളെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിരിക്കും. അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇന്ന് ഒരു പാർട്ടിക്ക് ചെയ്യും, നാളെ മറ്റൊരു പാർട്ടിക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നമ്മുടേതായ അല്ലാത്ത നാടിന് വേണ്ടി പല സേവനങ്ങളൊക്കെ ചെയ്ത് എനിക്ക് നാട്ടുകാർ തന്ന ഇതാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോരായ്മകൾ കൊണ്ടല്ല, മറ്റുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ചിന്തകളൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടുകളൊക്കെ വരുന്നത് എന്ന് നമ്മളൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി നമ്മുടെ നേട്ടം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പോരായ്മ കൊണ്ടാണ് നമുക്ക് ഇത് സംഭവിച്ചു എന്നുള്ളതായ ആ ഒരു കാര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നല്ല ആർജവത്തോടുകൂടെ നാടിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരു പദവിയും ആവശ്യമില്ല. പദവി ഉണ്ടായതുകൊണ്ട് അഹങ്കരിക്കുകയും ചെയ്യരുത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവരും ദുആയിൽ പരസ്പരം ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.